ശ്യാം ദേവരാജും അർജുൻ കല്യാണും ദിലീപ് ദേവസ്യയുമാണ് വിവരങ്ങളുമായി ചേരുന്നത്. ആദ്യം ശ്യാം ദേവരാജിലേക്ക്. ശ്യാം, ഇക്കാര്യത്തിൽ അതായത് CBI അന്വേഷണം വേണമെന്ന ആവശ്യത്തിൽ സർക്കാരിനോടും CBIയോടും കോടതി നിലപാട് തേടിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ അന്വേഷണം ഏതുവരെയായി എന്ന് കോടതി ചോദിക്കുകയാണ്. ഇന്നിപ്പോൾ നവീൻ ബാബുവിന്റെ കുടുംബവും SITക്കും PP ദിവ്യയ്ക്കും എതിരായ ആരോപണങ്ങൾ ഒക്കെ തന്നെ ഹർജിയിലെ വാദങ്ങളൊക്കെ തന്നെ വീണ്ടും ഉയർത്തുന്നതാണ് നമ്മൾ കണ്ടത്. എന്തായിരുന്നു ഇന്നത്തെ കോടതി നടപടിക്രമങ്ങൾ? വിനിത വേണു, ഏതാണ്ട് 5 മിനിറ്റോളം മാത്രമാണ് കോടതിയിലെ നടപടിക്രമങ്ങൾ നീണ്ടുനിന്നത്. ഇന്ന് 41ാമത്തെ ഐറ്റമായാണ് ഈ നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള കുടുംബത്തിന്റെ ഹർജി ഹൈക്കോടതി പരിഗണിച്ചത്. ഈ ഹർജി പരിഗണിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിനോടും CBIയോടും ഹർജിയിൽ നിലപാട് തേടുകയാണ് ഹൈക്കോടതി ചെയ്തത്. ഒപ്പം ഈ കേസിന്റെ അന്വേഷണ പുരോഗതി അന്വേഷണ ഉദ്യോഗസ്ഥൻ അറിയിക്കണം. ഈ കേസുമായി ബന്ധപ്പെട്ട കേസ് ഡയറി ഹാജരാക്കണമെന്നും SITക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം കോടതി ചില ചോദ്യങ്ങൾ അഭിഭാഷകനോട്, നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൻ്റെ അഭിഭാഷകനോട് ചോദിച്ചു. എന്തിന് CBI വരണമെന്നാണ് ഹൈക്കോടതി ചോദിച്ചത്. ഒപ്പം എന്താണ് കുറ്റകൃത്യം എന്ന കാര്യവും കൂടി ചോദിച്ചു. അതെല്ലാം സാധാരണമായ ചോദ്യങ്ങളാണ്. അതിനപ്പുറം ഇത് ആത്മഹത്യ സംബന്ധിച്ച കേസല്ലേ എന്ന് ഹൈക്കോടതി ചോദിച്ചു. കൊലപാതകമെന്നാണോ കുടുംബം പറയുന്നതെന്നും ഹൈക്കോടതി കുടുംബത്തിൻ്റെ അഭിഭാഷകനോട് ആരാഞ്ഞു. എന്തടിസ്ഥാനത്തിലാണ് ഇത് കൊലപാതകമാണ് എന്ന് പറയുന്നതെന്ന് എന്നും ഹൈക്കോടതി ചോദിച്ചു. SIT എന്നത് പേരിന് മാത്രമാണ് എന്നാണ് കുടുംബം നൽകിയ മറുപടി. ഒപ്പം ലോക്കൽ പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. PP ദിവ്യ ഭരണസ്വാധീനമുള്ള ആളാണ്, CPMന്റെ നേതാവാണ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നയാളാണ്. അങ്ങനെ നിരവധിയായ പോസ്റ്റുകൾ ചുമതലകളൊക്കെ വഹിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ഈ കേസ് അട്ടിമറിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്ന കാര്യവും കൂടി കുടുംബത്തിൻ്റെ അഭിഭാഷകൻ ഹൈക്കോടതിയെ അറിയിച്ചു. ഒപ്പം മറ്റൊന്ന് TP പ്രശാന്തനുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി അത് വ്യാജമാണ്. ഈ പ്രതികൾ അല്ലെങ്കിൽ ആരോപണ വിധേയരായിട്ടുള്ള ആളുകളൊക്കെ വ്യാജമായ തെളിവുകൾ, അത്തരം കൃത്രിമമായ തെളിവുകൾ സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നതടക്കമുള്ള ആക്ഷേപങ്ങളും ഉയർത്തി. ഇക്കാര്യത്തിൽ കുടുംബം ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം SIT അന്തിമ അന്വേഷണ റിപ്പോർട്ട് നൽകുന്നത് തടയണമെന്ന ആവശ്യം കുടുംബം ഉന്നയിച്ചു. പക്ഷേ ആ ആവശ്യം അതിന് ഇടക്കാല ഉത്തരവിലൂടെ സ്റ്റേ നൽകാൻ ഹൈക്കോടതി വിസമ്മതിച്ചു. കുടുംബത്തിന്റെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചില്ല. SITയുടെ അന്വേഷണം പൂർത്തിയാക്കട്ടെ എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത്. ഒപ്പം അന്വേഷണം പൂർത്തിയാക്കുന്നതിനെ എതിർക്കുന്നത് എന്തിനാണ് എന്നും ഹൈക്കോടതി ചോദിച്ചു. കുറ്റപത്രം നൽകിയാലും കോടതിയുടെ അധികാരം ഇല്ലാതാകുന്നില്ല. അതായത് CBI അന്വേഷണത്തിന് ഉത്തരവിടാനുള്ള കോടതിയുടെ അധികാരം ഇത് കുറ്റപത്രം നൽകിയാലും ഇല്ലാതാകുന്നില്ല എന്നുകൂടി ഹൈക്കോടതി നിരീക്ഷിച്ചു. തുടർന്നാണ് സംസ്ഥാന സർക്കാരിനോടും CBIയോടും ഹൈക്കോടതി ശരി, വ്യക്തമാണ് ശ്യാം ദേവരാജ്. ഏതായാലും ഇപ്പോൾ കേസ് ഡയറി ഹാജരാക്കണം എന്ന് കോടതി തന്നെ ആവശ്യപ്പെടുകയാണ്. സർക്കാർ നിലപാട് 10 ദിവസത്തിനകം അറിയിക്കുകയും വേണം. CBIയും നിലപാട് അറിയിക്കും. ഏതായാലും ഡിസംബർ 6 ഇക്കാര്യത്തിൽ ഹർജി വീണ്ടും പരിഗണിക്കുമ്പോൾ വിശദമായ വാദമോ മറ്റോ നടക്കുമോ എന്നതുൾപ്പെടെ നമുക്കറിയണം.